മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ ഇത് രണ്ടാമത്തെ ക്ലാസ്സാണ്. സോ ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചേ? ഒരു കാന്തം അല്ലെങ്കിൽ ഒരു മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ നന്നായിട്ട് അറിയാം അല്ലേ? ആ മാഗ്നറ്റിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട്, എത്ര പോളുണ്ട്, അല്ലെ അതിൻ്റെ ഫീൽഡ് എന്താണ്, മാഗ്നറ്റിക് ഫീൽഡിന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളതും അത് എവിടെ നിന്ന് തുടങ്ങും എവിടെ നിന്ന് അവസാനിക്കും, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇത് കണ്ടിട്ടില്ലെങ്കിൽ മുന്നത്തെ പാർട്ട് കണ്ടിട്ട് ഈ ക്ലാസ് കാണുക, അല്ലെങ്കിൽ മനസ്സിലാവത്തില്ല നമ്മൾ എന്താണ് പറയുന്നതെന്ന്. അപ്പോൾ ഒരു കാന്തത്തിനൊരു നോർത്ത് പോളുണ്ട്, ഒരു സൗത്ത് പോളുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വെച്ചാൽ ഇമാജിനറി ലൈനുകളാണ്. അതെപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന നോർത്തിൽ നിന്നും എൻഡ് ചെയ്യുന്ന സൗത്തിലും ആയിരിക്കും. അതായത് ഒരു നോർത്ത് പോൾ എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് പുറത്തോട്ട് മാഗ്നറ്റിക് ഫീൽഡ് പോകും. ഒരു സൗത്ത് പോൾ എന്ന് പറയുമ്പോൾ അതിനകത്തേക്ക് ഫീൽഡ് വന്ന് ചേരും. ഇതാണ് സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മുടെ മെയിൻ കാര്യം നമ്മൾ പറഞ്ഞില്ല, എന്താ സംഭവം? ഒരു കണ്ടക്ടർ, അതായത് ഒരു വൈദ്യുത ചാലകം അല്ലെങ്കിൽ ഒരു കണ്ടക്ടർ, അതിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അല്ലെങ്കിൽ അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിന് ചുറ്റും എന്തുണ്ടാകും? ഒരു കാന്തിക മണ്ഡലം അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും അല്ലേ? നമ്മൾ ആദ്യം പറഞ്ഞത് ഒരു സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന ഒരു കണ്ടക്ടറാണ് നമ്മളിവിടെ കാണുന്നത്. ഈ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ഇനി ആ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ദിശ നമുക്ക് കണ്ടെത്താനും പറ്റും. അപ്പോൾ നമ്മൾ കോമ്പസ് ഒക്കെ വെച്ചുള്ള എക്സ്പെരിമെൻറ്റും കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുന്ന് പരീക്ഷയ്ക്ക് ഇത് ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. സോ മറക്കരുത്. കാരണം ഈ ഭാഗത്ത് നിന്ന് മുൻ വർഷത്തെ ചോദ്യപേപ്പറൊക്കെ നോക്കുമ്പോൾ ഈ എക്സ്പെരിമെൻ്റ് എന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഈ പടമൊക്കെ കാണിച്ചു തന്നു തന്നെ ഞാനിത് വെറുതെ പറഞ്ഞു പോകാതെ എക്സ്പ്ലെയിൻ ചെയ്യാൻ മെനക്കെട്ടത്. സോ നിങ്ങളത് മറക്കാതെ കണ്ട് പഠിച്ചോളണം. അങ്ങനെ നമുക്കൊരു കാര്യം മനസ്സിലായി. ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും എന്തുണ്ടാകും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ആ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമുക്ക് കോമ്പസ് ഒന്നും വയ്ക്കാതെ ഇനി നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എന്തിലൂടെ? റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിലൂടെ. എന്തിലൂടെ? റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിലൂടെ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പറയുന്നത് എന്താ? കണ്ടക്ടറിനെ നമ്മൾ വലത്തേ കൈ പിടിച്ചിട്ട് കറണ്ട് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ഏതാണോ അവിടെ തമ്പ് പോയിന്റ് ചെയ്തിട്ട് നമ്മൾ വിരൽ മടക്കുന്ന ദിശയിലായിരിക്കും ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും. ഈ നടുക്ക് കാണുന്നതാണ് നമ്മുടെ കണ്ടക്ടർ എന്ന് പറയുന്നത്. ഇതിന് ചുറ്റും കണ്ടോ ഈ ഇരുമ്പ് തരികൾ സ്വന്തമായിട്ട് ഇങ്ങനെ അലൈൻ ചെയ്തിരിക്കുന്നത് കണ്ടോ? ഇങ്ങനെ അലൈൻ ചെയ്തിരിക്കുന്ന ഇതിനെയാണ് കോൺസെൻട്രിക് സർക്കിളുകൾ എന്ന് പറയുന്നത്. ഈ അലൈൻ ചെയ്തിരിക്കുന്ന ഈ ലൈനുകളുണ്ടല്ലോ, ഈ ലൈനുകൾ ഇതാണ് നമ്മളിവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ എന്ന് പറയുന്നത്. ഈ ഫീൽഡ് ലൈൻ ഒരു കറങ്ങിക്കൊണ്ടിരിക്കുന്ന പോലെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ കറങ്ങുന്ന ഏത് ദിശയിലെന്ന് അറിയാനാണ് നമ്മൾ വിരൽ മടക്കുന്നത് അല്ലേ? നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ മടക്കുമ്പോൾ ഇങ്ങനെ ഈ പറയുന്ന ദിശയിലായിരിക്കും അത് കറങ്ങുന്നത്. ഇനി തിരിച്ചാണ് മുകളിൽ നിന്ന് താഴോട്ടാണെങ്കിൽ നമ്മൾ ഇങ്ങനെ പഠിക്കും. അപ്പോൾ എന്ത് പറ്റും? ഇത് ഇങ്ങനെ കറങ്ങും അല്ലെങ്കിൽ ഇങ്ങനെ കറങ്ങും. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസും കറങ്ങാം അല്ലെങ്കിൽ ക്ലോക്ക് വൈസും എന്ത് ചെയ്യാം? കറങ്ങാം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ ആണല്ലോ? അപ്പോൾ അതാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. വളരെ 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 ഇമ്പോർട്ടൻ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഈ ചാപ്റ്റർ മുന്നത്തെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നു. അവിടുത്തെ PYQ ആണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. എന്താ പറയുന്നത്? ഹോൾഡ് ദ കണ്ടക്ടർ വിത്ത് യുവർ റൈറ്റ് ഹാൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ തമ്പ് പോയിന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട്. തമ്പ് കറണ്ട് ഡയറക്ഷൻ കാണിക്കുമ്പോഴത്തേക്കും മറ്റ് വിരലുകൾ കാണിക്കുന്നതാണ് എന്ത്? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. എന്താ കണ്ടോ? ഇവിടെ A to B ആണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും അല്ലേ? അടുത്ത B to A ആണെങ്കിൽ അത് ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ചു മറിച്ച് ചോദിച്ചാൽ നിങ്ങളത് പറയണം. ഓക്കെ, ഇനി അങ്ങനെയുള്ള ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമല്ലോ. അതിൻ്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സിമ്പിളായിട്ടൊരു ഡെഫിനിഷൻ കൊടുത്തേക്കാണ്. ഓക്കെ, അപ്പോൾ ഒരു സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എന്താണ്? ഒരു സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്കതിനെ കോൺസെൻട്രിക് സർക്കിളുകൾ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മളിവിടെ കാണുന്ന ഈ പറയുന്ന കണ്ടക്ടറിൻ്റെ ഓരോ പോയിന്റിലും ഇത്തരത്തിൽ എന്തുണ്ടാകുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കോൺസെൻട്രിക് സർക്കിളുകൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ ആണല്ലോ? ഇനി ഇത് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഈ പറയുന്ന കണ്ടക്ടറിന് അടുത്തായിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് കറണ്ടിൻ്റെ സ്ട്രെങ്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്ന് വെച്ചാൽ കറണ്ട് ഇവിടെ കൂടുതൽ കൊടുത്താൽ കൂടുതൽ ശക്തമായിട്ടുള്ള ഫീൽഡ് ഉണ്ടാകും. അതുപോലെ കണ്ടക്ടറിൽ നിന്ന് ദൂരേക്ക് പോകും തോറും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ശക്തി കുറയുകയും ചെയ്യും. എന്ന് വെച്ചാൽ ഇതാണ് കണ്ടക്ടർ എന്ന് വിചാരിക്കുക. ഈ കണ്ടക്ടറിന് അടുത്തായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഏറ്റവും സ്ട്രോങ്. ദൂരേക്ക് പോകും തോറും അതിൻ്റെ സ്ട്രെങ്ത് കുറയും. ഇതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി അത് ഡിപ്പെൻഡ് ചെയ്യും. കറണ്ട് കൂടുതലാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡും കൂടുതലായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഇനിയാണ് നമ്മുടെ പ്രശ്നം വരുന്നത്. നോക്കടാ, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു കണ്ടക്ടറും അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും കൊണ്ട് നമുക്ക് സത്യത്തിൽ വലിയ ഉപയോഗമൊന്നുമില്ല. നമ്മൾ കണ്ടെത്തിയെന്നേ ഉള്ളൂ.
നമുക്കറിയാം ഒരു സാധാരണ കാന്തമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇതാണ് ഒരു സാധാരണ കാന്തം എന്ന് പറയുന്നത്. ഈ കാന്തത്തിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന് തുല്യമായൊരു ഫീൽഡ് ഉണ്ടാക്കിയാലേ നമുക്കതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗമുള്ളൂ. അപ്പോൾ എങ്ങനെ ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറിനെ നമുക്ക് ഇതുപോലെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാം അല്ലേ? സ്ട്രെയിറ്റ് കണ്ടക്ടറിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇങ്ങനെ വട്ടമായിട്ടാണ്. പക്ഷെ അതാണോ നമുക്കിവിടെ കിട്ടുന്ന ഒരു ബാർ മാഗ്നറ്റിലുള്ളതല്ല. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ഇതുപോലെ ആക്കിയെടുക്കാം എന്നതായിരുന്നു ആൾക്കാരുടെ ചിന്ത. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താ ഇവിടെ ചെയ്യാൻ പോകുന്നതെന്നൊരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ ഇത് പഠിക്കാൻ കുറച്ച് ഈസി ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഫീൽഡ് ഉണ്ടാക്കിയെടുക്കലാണ് നമ്മുടെ ജോലി. അപ്പോൾ എന്തായാലും സ്ട്രെയിറ്റ് കണ്ടക്ടറിനെ നേരെ വെച്ചതുകൊണ്ട് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ആൾക്കാർ ചിന്തിച്ചു, എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്ട്രെയിറ്റ് കണ്ടക്ടറിനൊന്ന് വട്ടത്തിൽ കറക്കി വെച്ച് നോക്കിയാലോ. അതായത് നമ്മൾ ഈ സ്ട്രെയിറ്റ് കണ്ടക്ടറിനെ എന്ത് ചെയ്തു, ഒരു സർക്കുലർ ലൂപ്പിൻ്റെ ഷേപ്പിലോട്ടാക്കി. എന്ന് വെച്ചാൽ ഒരു വട്ടം സർക്കുലർ ലൂപ്പിൻ്റെ ഷേപ്പിലാക്കി. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് ബോക്സ് എടുത്തു. അതിൽ 2 ഹോൾ ഇട്ടു, എയും ബിയും 2 ഹോൾ ഇട്ടു. എന്നിട്ട് നമ്മൾ ഈ കാണുന്ന പോലെ ഒരു കണ്ടക്ടറിനെ അതിനകത്തോട്ട് കയറ്റി. എന്ന് വെച്ചാൽ ഈ പറയുന്ന കണ്ടക്ടറിൻ്റെ പകുതി ലൂപ്പ് ഇതിന് മുകളിലും പകുതി ലൂപ്പ് താഴെയാണ്. അവിടെ നമ്മളൊരു സ്വിച്ചും അതുപോലെ തന്നെ ഒരു ബാറ്ററിയും കൊടുത്തു. അപ്പോൾ ബാറ്ററിയിൽ ഇത് പോസിറ്റീവ് ടെർമിനൽ, നെഗറ്റീവ് ടെർമിനൽ. ഇപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണ്. ഇത് നമ്മൾ ക്ലോക്ക് വൈസ് എന്നല്ലേ പറയുന്നത്. ക്ലോക്ക് ഓടുന്ന അതേ ദിശയിലാണ് ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. സോ നമ്മളതിനെ ക്ലോക്ക് വൈസ് എന്ന് വിളിച്ചു. എന്നിട്ട് നമ്മൾ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കോമ്പസിനെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ കണ്ടത് ഇതാ കണ്ടോ, എ എന്ന് പറയുന്ന പോയിന്റിന് ചുറ്റുമായിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുപോകും. അതുപോലെ ബി എന്ന് പറയുന്നത് നിങ്ങൾ കൊതുക് തിരി ആലോചിച്ചാൽ മതി. കൊതുക് തിരി ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു ഷേപ്പിലാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. എന്ന് വെച്ചാൽ കൊതുകിൻ്റെ തിരി പക്ഷേ ഒരിടത്തു നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ അതാണ് വളർന്നു പോകുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഒരുണ്ട മുകളിലൊരു വട്ടം മുകളിലൊരു വട്ടം മുകളിലൊരു വട്ടം അങ്ങനെയാണെന്നേ ഉള്ളൂ. എന്നാലും ആ തിരി നമുക്കിവിടെ നോക്കുന്നൊരു ഉപയോഗമായിരിക്കും. ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. അടുത്ത ബിയിലാണെങ്കിലോ ക്ലോക്ക് വൈസ് ദിശയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ പറയുന്ന സർക്കുലർ കണ്ടക്ടറിൽ ഇവിടുന്ന് ആൻറ്റി ക്ലോക്ക് വൈസിൽ ഫീൽഡ് പോകുന്നു, ഇവിടുന്ന് ക്ലോക്ക് വൈസിൽ എന്ത് ചെയ്യുന്നു, ഫീൽഡ് പോകുന്നു. അപ്പോൾ എന്താ പറ്റുന്നത്, നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടാണ് നോക്കുന്നത്. അപ്പോൾ എന്ത് പറ്റും, നടുക്കത്തെ പോയിന്റിലാവുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫീൽഡ് പോകുന്നത്. ആണോ അല്ലേ? നോക്ക്, ഈ ഡയറക്ഷൻ നോക്കി കണ്ടോ, ഇവിടെയും അങ്ങോട്ട് അവിടെ. അപ്പോൾ അകത്തോട്ട് അല്ലേ, അകത്തോട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സർക്കിൾ വെച്ച് കഴിഞ്ഞാൽ അതിന് നടുക്കൂടെ ഉള്ളിലോട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് നടുക്കൂടെ പോകുന്നതായിട്ട് നമ്മൾ കണ്ടു. നമ്മൾ എന്ത് കണ്ടു, അങ്ങനത്തെ ഒരു ഫീൽഡ് പോകുന്നതായിട്ട് കണ്ടു. അപ്പോൾ നമ്മുടെ നോക്കി, വെൻ ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്, ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പോയിന്റ് എ ആൻഡ് ബി ബൈ ഒബ്സർവ് വിത്ത് ദ മാഗ്നറ്റിക് കോമ്പസ്. എന്തായിരിക്കും, എയിൽ അത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും, ബിയിലാണെങ്കിൽ എന്തായിരിക്കും, അത് ക്ലോക്ക് വൈസിലും ആയിരിക്കും. ഓക്കെ, ഇൻ വിച്ച് ഡയറക്ഷൻ ഡസ് ദ കറണ്ട് ഫ്ലോ ഇൻ ദ പാർട്ട് ഓഫ് ദ കോയിൽ ദാറ്റ് ഫേസസ് യു. ഇതാണ് കോയിൽ, ഇതാണല്ലോ കോയിൽ. ഈ കോയിലിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ ഏതാ, അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്, ക്ലോക്ക് ഓടുന്ന ദിശയിലാണ്. ഇൻ ദിസ് കേസ് വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫ്ലക്സ്, ഫ്ലക്സിൻ്റെ ഡയറക്ഷൻ എന്താ, ഇൻറ്റു ദ കോയിലാണോ ഔട്ട് ഓഫ് ദ കോയിലാണോ? നമ്മൾ ഇവിടെ നിന്നാണ് നോക്കുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നത്. നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ടെക്സ്റ്റ് ബുക്ക് ഇരിക്കുന്ന അതേ ഭാഗത്താണ് ആ വട്ടം കോയിൽ ഇരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, എയിൽ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ദിശയിൽ കറങ്ങുന്നു, ബിയിൽ നിന്ന് ക്ലോക്ക് വൈസ് ദിശയിലും കറങ്ങുന്നു. ഒരു കൊതുക് തിരി നിങ്ങൾ 2 എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഇടത്തെ കൈയും വലത്തെ കയ്യിലും എടുത്ത് വെച്ചിട്ട് ഇടത്തെ കയ്യിലുള്ള നിങ്ങൾ ആൻറ്റി ക്ലോക്ക് വൈസ് കറക്കുക, വലത്തെ കയ്യിലുള്ള എന്ത് ചെയ്യുക, നിങ്ങൾ ക്ലോക്ക് വൈസ് കറക്കുക. ഓക്കെ, ഇടത് തന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് കറക്കുക, വലതിനെ എന്ത് ചെയ്യുക, ക്ലോക്ക് വൈസിൽ കറക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പറയുന്ന 2 കണ്ടോ, അവിടുന്ന് ഇവിടുന്നും കറങ്ങി നേരെയാണ് എന്ത് ചെയ്യുന്നത്, നടുക്കൂടെ പോകുന്നത്. അതാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. ഇൻ ദിസ് കേസ് വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫ്ലക്സ് ലൈൻസ്, ഫ്ലക്സ് ലൈനിൻ്റെ ഡയറക്ഷൻ എന്താ, അത് ഇൻറ്റു ദ കോയിലാണ് അല്ലേ, കോയിലിനകത്തേക്ക്, അത് ഇൻറ്റു ദ കോയിൽ, ഇങ്ങനെയാണ് എന്ത് പോകുന്നത്, ഡയറക്ഷൻ പോകുന്നത്. വാട്ട് ഹാപ്പൻസ് ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ഇഫ് ദ ബെൽ സ്വിച്ച് ഈസ് ടേൺഡ് ഓഫ്, സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഈ ഫീൽഡ് ഇല്ലാതാവുകയും ചെയ്യും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി, കറണ്ട് കോയിലിൽ മൂവ് ചെയ്യുന്നത് ക്ലോക്ക് വൈസിലാണെങ്കിൽ ഫ്ലക്സ് ലൈനുകൾ എന്ന് പറയുന്നത് കോയിലിനകത്തേക്കായിരിക്കും. ഞാൻ നേരത്തെ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഒരു മാഗ്നറ്റ് എടുത്തിട്ട് അതിൻ്റെ നോർത്ത് പോളും സൗത്ത് പോളും എടുത്താൽ നിങ്ങൾ ആലോചിച്ച് നോക്കടാ, നോർത്ത് പോളിൽ നിന്ന് മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റാർട്ട് ചെയ്യുന്നു, അത് സൗത്ത് പോൾ അവസാനിക്കുന്നു. അപ്പോൾ നോർത്ത് പോളിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും മാഗ്നറ്റിക് ഫീൽഡ് പുറത്തോട്ടും സൗത്ത് പോളിലാണ് അകത്തോട്ടും വരുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇനി ഒന്ന് ശ്രദ്ധിച്ച് കേട്ടെ, കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കോയിലിൽ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഫ്ലക്സ് ലൈനുകൾ എന്ന് പറയുന്നത് കോയിലിനകത്തേക്കായിരിക്കും. എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ആയിരിക്കും, എന്ന് വെച്ചാൽ അതായിരിക്കും ഒരു സൗത്ത് പോൾ പോലെ ആക്ട് ചെയ്യും. അതിൻ്റെ ഓപ്പോസിറ്റ് കറണ്ട് ഫ്ലോ ചെയ്യുന്ന ആൻറ്റി ക്ലോക്ക് വൈസിലാണെങ്കിൽ ഡയറക്ഷൻ എന്തുവരിക്കും, പുറത്തേക്കായിരിക്കും. കണ്ടോ, എങ്ങോട്ടായിരിക്കും, പുറത്തേക്കായിരിക്കും. അപ്പോൾ അത് നോർത്ത് പോൾ ആയിരിക്കും. ഒരു ഐഡിയ കിട്ടിയോ എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇവിടെ നോക്കടാ. നമ്മളിങ്ങനെ ഒരു കോയിൽ വെച്ചപ്പോഴത്തേക്കും കോയിലിന് ചുറ്റും എന്ത് പറ്റി, കോയിലിൽ
ക്ലോക്ക് വൈസ് ദിശയിൽ കറണ്ട് ഫ്ലോ ചെയ്തപ്പോൾ ഈ പോയിന്റ് നമ്മൾ എടുത്തു, എ എന്ന് പറയുന്ന പോയിന്റിൽ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ദിശയിൽ കറങ്ങി അങ്ങോട്ട് പോയി. ബി എന്ന് പറയുന്ന പോയിന്റ് എടുത്തപ്പോൾ ഇവിടെ ക്ലോക്ക് വൈസ് ദിശയിൽ കറങ്ങി എന്ത് ചെയ്തു, ഇങ്ങോട്ട് പോയി. രണ്ടായാലും നടുക്കത്തെ പോയിന്റ് നോക്കിയപ്പോൾ കറണ്ടിൻ്റെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് കോയിലിനകത്തേക്കാണ്. അപ്പോൾ കോയിലിനകത്തേക്കാണെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ കറണ്ട് ഒരു കോയിലിൽ ക്ലോക്ക് വൈസ് ദിശയിൽ മൂവ് ചെയ്താൽ മാഗ്നറ്റിക് ഫീൽഡ് അകത്തോട്ട് പോകും. കറണ്ട് ഒരു കോയിലിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ദിശയിൽ വന്നു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്ക് വരുമെന്ന് മനസ്സിലായി. അപ്പോൾ ഇത് എന്തിനാണ് ഇപ്പോൾ ചെയ്തതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇതുപോലൊരു ഫീൽഡ് നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ നോർത്ത് പോളും സൗത്ത് പോളും നമുക്കിവിടെ കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലത്തെ കുറേ എണ്ണത്തിന് ചേർത്ത് വെച്ചാൽ പോരെ? ആലോചിച്ച് നോക്കടാ, ഇതുപോലെ ഉള്ളതിന് കുറേ എണ്ണത്തിന് ചേർത്ത് വെച്ചാൽ പോരെ? നമുക്ക് എന്ത് കിട്ടും? ദാ ഈ കാണുന്ന പോലത്തെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. ദാ ഈ കാണുന്ന പോലെ കുറേ കോയിലുകൾ ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്കൊരു ബാർ മാഗ്നറ്റിന് തുല്യമായിട്ടുള്ള ഫീൽഡ് കിട്ടും. അതാണ് നമ്മുടെ ഉദ്ദേശം. ഇനി അതിലോട്ട് എത്തുന്നതിന് മുമ്പ് വേറെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ നോക്കിയോ, മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സർക്കുലർ കോയിൽ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? ഇഫ് ദ കറണ്ട് ഈസ് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഓഫ് ദ ഫ്ലക്സ് ലൈൻസ് ഇൻവേർഡ് ആയിരിക്കും. ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് ഔട്ട്വേർഡും ആയിരിക്കും. അതാണ് സംഭവം. കണ്ടോ, ക്ലോക്ക് വൈസിലാണെങ്കിൽ ഇൻവേർഡ് ആയിരിക്കും, അത് സൗത്ത് പോൾ ആയിരിക്കും. ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് നോർത്ത് പോളും ആയിരിക്കും. അത് ഇപ്പോഴേ പഠിച്ചു വെച്ചോ, നല്ലതാണ്. ഇനി നമ്മുടെ പരിപാടി നോക്കാം. അങ്ങനെ പോകുന്ന സമയത്ത് നമുക്കതിനെ കോൺസെൻട്രിക് പോയിന്റുകളായി ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സർക്കിൾ ഇപ്പോൾ എന്ത് പറ്റും? നമ്മൾ ദൂരേക്ക് പോകുന്നതോറും ലാർജായിട്ട് മാറും. എന്ന് വെച്ചാൽ സർക്കുലർ കോയിൽ ഈ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ പോയിന്റിനടുത്താണെങ്കിൽ സർക്കിൾസ് അടുത്തടുത്തായിരിക്കും. എന്നാൽ ദൂരം കൂടുന്തോറും ഈ സർക്കിളുകളുടെ ദൂരം എന്ത് ചെയ്യും? കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എവറി പോയിന്റ് ഓൺ ദ വയർ ക്യാരിയിങ് ദ കറണ്ട് വുഡ് ഗീവ് റൈസ് ടു എ മാഗ്നറ്റിക് ഫീൽഡ്. എന്ന് വെച്ചാൽ ഈ കോയിലിലെ ഓരോ പോയിന്റുകളും എന്താണ്? ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ ഉണ്ടാക്കുമെന്നും മനസ്സിലാക്കുക. അതാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മുടെ അടുത്ത കാര്യം, അങ്ങനെയുള്ള ഈ പറയുന്ന ഒരു കോയിലിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യും? ഇത്രയും പോയിന്റ് ഓക്കെ ആണല്ലോ എല്ലാവർക്കും. ഇനി നോക്കിയോ, നമ്മൾ ഇതുപോലെ ഒരു അടുത്ത എക്സ്പെരിമെൻറ്റ് പറയുകയാണ്. ഇവിടെ പറയുന്ന വേറൊന്നുമല്ല, കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, ഇല്ലാത്തപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകത്തില്ല. ആയിക്കോട്ടെ. ഇനി ഇവിടെ നോക്കിയോ, നമ്മൾ ഇതുപോലൊരു സർക്കുലർ ലൂപ്പ് എടുത്തു. അതിൻ്റെ സൈഡിലൊരു ഫ്രീ ആയിട്ടുള്ള മാഗ്നറ്റിക് നീഡിൽ അല്ലെങ്കിൽ കോമ്പസ് കൊണ്ട് വെച്ചു. ടേൺ ഓൺ ദ ബെൽ സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ എന്ത് പറ്റി? മാഗ്നറ്റിക് നീഡിൽ എന്ത് ചെയ്തു? മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്തു. ശരി. ഇനി നമ്പർ ഓഫ് ടേൺസ് നമ്മൾ ഇൻക്രീസ് ചെയ്തു. എന്ന് വെച്ചാൽ ഒന്നിന് പകരം കുറേ ടേൺസ് വെച്ചപ്പോൾ എന്ത് പറ്റി? ഡിഫ്ലക്ഷൻ നന്നായി ഡിഫ്ലക്റ്റ് ചെയ്തു അല്ലേ? അവിടെ എന്തുണ്ടായി? മോർ ഡിഫ്ലക്ഷൻ ഉണ്ടായി അല്ലേ? മോർ ഡിഫ്ലക്ഷൻ ഉണ്ടായി. വാട്ട് ചേഞ്ചസ് ഹാസ് ഒക്കേർഡ് ദ മാഗ്നറ്റിക് സ്ട്രെങ്ത്? എന്തുകൊണ്ടാണ് കൂടുതലായിട്ട് ഈ പറയുന്ന കോമ്പസ് കൂടുതലായിട്ട് അവിടെ ഡിഫ്ലക്റ്റ് ചെയ്ത്? എന്തുകൊണ്ടായിരിക്കും? അവിടുത്തെ മാഗ്നറ്റിക് സ്ട്രെങ്ത് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തത് കൊണ്ടാണ് അല്ലെ? എന്തുകൊണ്ടാണ്? ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. ഒരു കോയിൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിനേക്കാൾ കൂടുതലാണ് ഒന്നിലധികം കോയിലുകൾ ഉണ്ടാകുമ്പോൾ. അപ്പോൾ ഒരു സർക്കുലർ ലൂപ്പിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്, ആ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസിൻ്റെ എണ്ണത്തിന് ഡിപ്പെൻഡ് ചെയ്യും. നമ്പർ ഓഫ് ടേൺസ് കൂടിയാൽ കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടാകും. മനസ്സിലായി? ഇനി ഈ 1.5 വോൾട്ടിൻ്റെ ബാറ്ററി മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു 3 വോൾട്ടിൻ്റെ ബാറ്ററി കയറ്റി കഴിഞ്ഞാൽ എന്ത് പറ്റും? അപ്പോഴും നമ്മൾ കണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഡിഫ്ലക്ഷൻ്റെ അളവ് കൂടി, മീൻ സ്ട്രെങ്ത് കൂടി. സോ ഇത്രയും പറഞ്ഞു വന്നത് ഈ കാര്യമാണ്. ഒരു സർക്കുലാർ മാഗ്നറ്റിക് കോയിലിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്തൊക്കെ കാര്യങ്ങളെ അഫക്റ്റ് ചെയ്യും? ഒന്നാമത്തത്, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് കറണ്ടിനെ ഡിഫ്ലക്റ്റ് അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യും. കറണ്ട് കൂടുതലാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡും കൂടുതലായിരിക്കും. അടുത്ത്, നമ്പർ ഓഫ് ടേൺസിനെ ഡിപ്പെൻഡ് ചെയ്യും. ടേൺസിൻ്റെ എണ്ണം കൂടുതലാണെങ്കിലും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓക്കെ, വെൻ ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കണ്ടക്ടർ ഈസ് ഇൻക്രീസ്ഡ് ബോത്ത് മാഗ്നറ്റിക് സ്ട്രെങ്ത് ആൻഡ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യും. ഒരു കോയിലിന് പകരം നമ്മൾ ഒന്നിലധികം കോയിലുകൾ ഉപയോഗിക്കുമ്പോൾ സ്ട്രെങ്ത് കൂടുകയാണ്. പക്ഷേ ശ്രദ്ധിക്കണം, ബട്ട് ദ ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ എ സിംഗിൾ ടേൺ ഓഫ് ദ കണ്ടക്ടർ വിൽ നോട്ട് ഇൻക്രീസ്. ഈ കിടക്കുന്ന പോയിന്റാണ് ഞാൻ ഈ പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു കോയിലിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫ്ലക്സ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്, അത് മാറത്തില്ല. അതിപ്പോൾ 5 കോയിൽ വെച്ചാലും 50 കോയിൽ വെച്ചാലും ഒന്നിൽ കൂടിയുള്ള കറണ്ടിന് മാറ്റമൊന്നും ഉണ്ടാകത്തില്ല. അതിന് മാറ്റം വരണമെങ്കിൽ നമ്മൾ കൂട്ടേണ്ടത് കറണ്ടാണ്. ടേൺസിൻ്റെ എഫക്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, ഇനി ഡിസ്റ്റൻസ് കൂടുമ്പോഴത്തേക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കുറയും. അപ്പോൾ 3 കാര്യങ്ങളെയാണ് ഒരു കോയിലിൽ കൂടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന്, അതുവഴിയുള്ള കറണ്ട് കൂടിയാൽ സ്ട്രെങ്ത് കൂടും. ടേൺസിൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞാലും അവിടുത്തെ മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് കൂടും. ദൂരം കൂടിയാൽ സ്ട്രെങ്ത് അളവ് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ജലദോഷം. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? നമുക്ക് മനസ്സിലായി
ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറിന് ചുറ്റും ഇത് ഇങ്ങനെ ഫീൽഡ് ഉണ്ടാവും. അതേ സാഹചര്യം നമ്മൾ വട്ടത്തിൽ കറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? ഞാനിപ്പോൾ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇപ്പോൾ ഇത് ഈ സർക്കിള് ഇപ്പോൾ എനിക്ക് നേരെ നിൽക്കുകയെന്ന് വിചാരിക്കും. എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെയാണ് ഇപ്പോൾ സർക്കിൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രെയിറ്റ് കണ്ടക്ടറിന് ചുറ്റും സർക്കിളായിട്ട് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ സർക്കിൾ കണ്ടക്ടറിന് ചുറ്റും സ്ട്രൈറ്റ് ആയിട്ട് ഫീൽഡ് ഉണ്ടാവും. പിടികിട്ടിയ ഇതാണ് സർക്കിൾ കണ്ടക്ടറാണ് സർക്കിൾ കണ്ടക്ടർ എങ്കിൽ അവിടെ ഫീൽഡ് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി മറ്റൊരു പോയിന്റിലോട്ടായിരിക്കും. പിടികിട്ടിയ ഞാൻ പറഞ്ഞ എന്താണെന്ന് പിടികിട്ടിയ. അപ്പോൾ സ്ട്രൈറ്റ് ആയിട്ടൊരു കണ്ടക്ടർ, അപ്പോൾ കറണ്ട് പോകുന്ന നേരെയാണെങ്കിൽ അതിന് ചുറ്റും കറങ്ങുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ കറങ്ങുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുമ്പോൾ അതിന് നടുക്ക് സ്ട്രൈറ്റ് ആയിട്ടുള്ളൊരു മാഗ്നറ്റിക് ഫീൽഡ് വരും. ഇതാണ് സംഭവം. ഓക്കെ ആണല്ലോ. അതായത് നമ്മളിത് ഇങ്ങനെ ഒരു സർക്കിൾ എടുത്ത് വെച്ചാൽ ആ സർക്കിളിൻ്റെ നടുക്കൂടെ ഇത് ഇങ്ങനെയായിട്ടായിരിക്കും അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സർക്കിളുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? നമുക്കിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. അത് ആർക്ക് സിമിലറാണ്? ഒരു കാന്തത്തിന് സിമിലർ അല്ലേ? കാന്തത്തിനകത്തും ഇങ്ങനെയല്ലേ ഫീൽഡ് പോകുന്നത്? ആ ഫീൽഡ് കറക്റ്റ് ഓരോ കോയിലും കറങ്ങിയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഇങ്ങനെ കറങ്ങി വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോൾ പറഞ്ഞ കോയിലുകളൊക്കെ ചേർത്ത് വെച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അപ്പോൾ കിട്ടിയ ആളുടെ പേരാണ് സോളിനോയിഡ്. ഇൻസുലേറ്റഡ് കോപ്പർ വയറുകളെ, ഇൻസുലേറ്റഡ് എന്ന് വെച്ചാൽ ഇതുവഴി കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇൻസുലേറ്റഡ് വയറാണ് എന്ന് വെച്ചാൽ എന്തായിരിക്കണം? ഇവിടെ കറണ്ട് നമ്മളിവിടെ കൊടുക്കുമ്പോഴേ ഇത് ഇൻസുലേറ്റഡ് അല്ലെങ്കിൽ എന്ത് പറ്റും? കറണ്ട് ഇങ്ങനെ കറങ്ങാനൊന്നും മെനക്കെടത്തില്ല. കറണ്ട് എന്ത് ചെയ്യും? അവർ നേരെ അങ്ങ് പോകാമെന്ന് വിചാരിക്കും. സോ അതുകൊണ്ടാണ് ഇൻസുലേറ്റഡ് കോപ്പർ വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസുലേറ്റഡ് കണ്ടക്ടിങ് വയറുകളെ നമ്മളൊരു സ്പൈറൽ ഷേപ്പിൽ ചുറ്റി വെച്ചാൽ, സ്പ്രിങ് പോലെ ചുറ്റി വെച്ചാൽ കിട്ടുന്ന ഇതിൻ്റെ പേരാണ് സോളിനോയിഡ്. ഈ സോളിനോയിഡിൻ്റെ സെൻറ്ററിലൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ഈ സോളിനോയിഡിൻ്റെ സെൻറ്ററുകളെല്ലാം ഒരേ അലൈൻമെൻറ്റ് ആയിരിക്കണം. എന്തായിരിക്കണം? ഒരേ അലൈൻമെൻറ്റ് ആയിരിക്കണം. ഇനി അങ്ങനെയുള്ള ഒരു സോളിനോയിഡിൽ കൂടെ നമ്മൾ കറണ്ട് പാസ് ചെയ്തിട്ട് അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ കണ്ടൊരു കാര്യം, ഈ മാഗ്നറ്റിക് ഫീൽഡ് ആർക്ക് സിമിലർ ആയിരുന്നു? ഇതൊരു ബാർ മാഗ്നറ്റിന് സിമിലർ ആയിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ നോക്കിയപ്പോൾ കണ്ടത് ഇവിടുത്തെ പോയിന്റിൽ നമ്മളിത് ഇങ്ങനെ കറണ്ട് പാസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് നമ്മളൊരു സാധാ കാന്തത്തിന് സൗത്ത് പോൾ പോലെയും ഇതൊരു നോർത്ത് പോൾ പോലെയാണ് ആക്ട് ചെയ്തത്. കണ്ടോ? നോർത്ത് പുറത്തോട്ട് ഡിഫ്ലക്ട് ചെയ്ത് കണ്ടോ? ഇനി നമ്മളിവിടെ ഓരോ പോയിന്റിലും കോമ്പസ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ചില്ലേ? നമ്മളത് ആദ്യം പഠിച്ചില്ലേ? ആദ്യം പഠിച്ചില്ലേ? ഈ പടം ഇതിലെ പോലെ ഇതാക്കണം. ഇവിടെ നോർത്ത് പോൾ ഇപ്പുറത്താണെന്നേ ഉള്ളൂ. ഇതിലെ പോലെ ഡിഫ്ലക്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഒരു ഫീൽഡ് ആർക്ക് ചുറ്റും കിട്ടും? ഇവിടെയുള്ള ഈ പറയുന്ന സോളിനോയിഡിന് ചുറ്റും കിട്ടും. അതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ചോദ്യങ്ങളുടെ ഉത്തരത്തിലോട്ട് നോക്കാം. നോക്കിയേ, ഒരു PVC പൈപ്പ് എടുക്കുക. 10 സെൻറ്റിമീറ്റർ എന്താണ് ലെങ്ത്തും 4 സെൻറ്റിമീറ്റർ ഡയമീറ്ററും. അതിൻ്റെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്ത് 2 മീറ്റർ ഇൻസുലേറ്റഡ് കോപ്പർ വയർ ചുറ്റുമ്പോൾ നമുക്കത് ഈ ഒന്നാമത്തെ പടം കിട്ടും. ഇനി ഇതിനകത്ത് തന്നെ നമ്മൾ കുറച്ചുകൂടി നീളമുള്ള ഒരു കോപ്പർ വയറിന് ചുറ്റിയപ്പോൾ നമുക്ക് ഇവിടെയും കിട്ടും. രണ്ടിലെ വ്യത്യാസം എന്താ? ഇതിലെ ടേൺസിൻ്റെ എണ്ണം കുറവാണ്, ഇതിലെ ടേൺസിൻ്റെ എണ്ണം കൂടുതലാണ്. ശരി, ഇതിൻ്റെ നമ്മൾ ഒന്നാമത്തെ കോപ്പർ വയർ എടുത്തിട്ട് അതിലോട്ട് കറണ്ട് പാസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അറേഞ്ച് ചെയ്ത മാഗ്നറ്റിക് സിമിലർ പ്രിപ്പയർ ചെയ്യുക. 4 മീറ്റർ വയർ ഒഴിച്ചിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ കിട്ടി, രണ്ടും കിട്ടി. ഇനി ഒന്നാമത്തെ കോപ്പർ വയർ എടുത്തു. അതിലോട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു 9 വോൾട്ട് ബാറ്ററിയെ കണക്ട് ചെയ്തു. എന്നിട്ട് ചുറ്റും കോമ്പസിനെ വെച്ചു. എന്നിട്ട് നമ്മൾ എന്ത് നോക്കി? വാട്ട് ഡു യു ഒബ്സർവ് വെൻ യു ടേൺ ഓൺ ദ ബെൽ സ്വിച്ച്? എന്ത് പറ്റും? വി ക്യാൻ സീ ദാറ്റ് ദ മാഗ്നറ്റിക് കോമ്പസ് എന്ത് ചെയ്യും? ഡിഫ്ലക്റ്റ് ചെയ്യും. ഞാൻ പറയുന്നു ഇത് സിമിലർ ടു എന്താണ്? ബാർ മാഗ്നറ്റ് എന്ന് കൂടി അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ്, മനസ്സിലാക്കാൻ കുറച്ച് എളുപ്പമാണ്. ഇനി now what do you observe? Okay, repeat the experiment using the second solenoid. എന്ന് വെച്ചാൽ ഇതാണ് ഒന്നാമത്തെ സോളിനോയിഡ്. ഇതിൽ ടേൺസിൻ്റെ എണ്ണം കുറവാണ്. ഇത് രണ്ടാമത്തെ സോളിനോയിഡ്, ടേൺസിൻ്റെ എണ്ണം കൂടുതലാണ്. ഒന്നാമത്തെ സോളിനോയിഡ് നമ്മൾ വെച്ചപ്പോൾ ഉണ്ടായ ഡിഫ്ലക്ഷനേക്കാളും കൂടുതലായിരിക്കും രണ്ടാമത്തെ സോളിനോയിഡ് ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ. അതിൻ്റെ കാരണം നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു. നമ്പർ ഓഫ് ടേൺസ് കൂടിക്കഴിഞ്ഞാൽ സ്ട്രെങ്ത് എന്ത് ചെയ്യും? കൂടും. വാട്ട് ഈസ് ദ റീസൺ? ബിക്കോസ് നമ്പർ ഓഫ് ടേൺസ് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. അതുകൊണ്ടാണ് രണ്ടാമത്തെ കോയിൽ കൂടുതൽ ഡിഫ്ലക്റ്റ് ചെയ്തത്. അപ്പോൾ ഇൻക്രീസ് ചെയ്തു. ഇനി നോക്കിയോ, പ്ലേസ് അടുത്ത് ഇൻക്രീസ് ദ കറണ്ട് ത്രൂ ദ സോളിനോയിഡ്. അടുത്ത് നമ്മൾ എന്ത് പറഞ്ഞേക്കുകയാണ്? ഇതിലെ കറണ്ട് ഒന്ന് ഇൻക്രീസ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. നിങ്ങൾക്കറിയാം കറണ്ട് കൂടുമ്പോഴും മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂടും. ഞാൻ തൊട്ടുമ്പോൾ പറയുന്ന പോയിന്റ് കണ്ടോ? ഇതിങ്ങനെയും ഇവിടെ എക്സ്പെരിമെൻ്റ് ആയിട്ട് പറഞ്ഞു തന്നു, ഞാനത് ഡയറക്റ്റായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി ഇതിനകത്തേക്ക് നമ്മളൊരു സോഫ്റ്റ് അയൺ കോർ ഇൻസേർട്ട് ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ത് ഇൻസേർട്ട് ചെയ്തു? പീസ് ഓഫ് സോഫ്റ്റ് അയൺ കോർ. കണ്ടോ? ഒരു ചെറിയ കട്ടി കുറഞ്ഞൊരു സോഫ്റ്റ് അയൺ കോർ ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും ഈ പറയുന്ന ഡിഫ്ലക്ഷൻ്റെ അളവ് എന്ത് ചെയ്തു? കൂടി. എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന ഈ സോളിനോയിഡിനകത്തേക്ക് ഈ മാഗ്നറ്റിക് അല്ലെങ്കിൽ ഇരുമ്പ് ഒരു
കോയിൽ ഇങ്ങനെ കുത്തിക്കയറ്റി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യൂടാ, കൂടും. കാരണം ഇതിനകത്തുണ്ടാകുന്നൊരു എഫക്റ്റാണ് ഇതിൻ്റെ കാരണം. ഇനി ആ പറയുന്ന ചെറുതിന് പകരം കുറച്ചുകൂടി കട്ടി കൂടി ഒന്നിനെ കൊണ്ട് വെച്ചപ്പോഴും എന്ത് പറ്റി, മാഗ്നറ്റിക് സ്ട്രെങ്ത് എന്ത് ചെയ്തു, വീണ്ടും ഫർദർ എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. വീണ്ടും എന്ത് ചെയ്തു, അത് കൂടി. വീണ്ടും എന്ത് ചെയ്തു, അത് കൂടി. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. വേറൊന്നുമല്ല, നമ്മളൊരു സോളിനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്, സോളിനോയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസുലേറ്റഡ് കണ്ടക്ടിങ് വയറിനെ ഒരു സ്പൈറൽ ഷേപ്പ് ചുറ്റിയാൽ കിട്ടുന്നതാണ് സോളിനോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സോളിനോയിഡിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഒരു ബാർ മാഗ്നറ്റിന് സിമിലർ ആണ്. അത് മനസ്സിലാക്കി തരാനാണ് നിങ്ങൾക്ക് ഇത്രയും കഷ്ടപ്പെടുന്നത്. അതായത് ഒന്നാമത്തെ പോയിന്റ് നോക്ക്, ടേൺസിൻ്റെ എണ്ണത്തിന് ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ഇൻഫ്ലുവൻസ് ദ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്ന് ടേൺസിന് ഡിപ്പെൻഡ് ചെയ്യും. അതാണ് ആദ്യത്തെ 2 ചോദ്യങ്ങൾ. ഇതാ കണ്ടോ, ഈ 2 ചോദ്യങ്ങൾ ഉദ്ദേശിക്കുന്നത് ടേൺസിൻ്റെ ബന്ധത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ എന്ത് കൂടും, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കൂടും. ഓക്കെ, അതായത് ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ടേൺസ് കുറച്ച് കഴിഞ്ഞാൽ സ്ട്രെങ്ത് കൂടും. അടുത്ത് കറണ്ട് കണ്ടോ, ഇൻക്രീസ് ദ കറണ്ട് ത്രൂ ദ സോളിനോയിഡ് എന്ന് വെച്ചാൽ എന്താ, കറണ്ട് കൂടുമ്പോഴത്തേക്കും മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ത് ചെയ്യും, കൂടും. അടുത്ത മൂന്നാമത്തെ ചോദ്യം എന്തിനൊക്കെ പറയുന്നു, കോർ മെറ്റീരിയലിനെ പറ്റി പറയുന്നു. കോർ മെറ്റീരിയൽ യൂസിങ് എ കോർ മെയ്ഡ് ഓഫ് മെറ്റീരിയൽ വിത്ത് ഹയർ മാഗ്നറ്റിക് പെർമിയബിലിറ്റി. മാഗ്നറ്റിക് പെർമിയബിലിറ്റി എന്ന് വെച്ചാൽ കാന്തിക മണ്ഡലത്തിന് അകത്തോട്ട് കടത്തിവിടാനുള്ള കഴിവ്, അത് ഇരുമ്പിന് കൂടുതലാണ്. അപ്പോൾ ഇരുമ്പിൻ്റെ ഒരു കോയിൽ നമ്മൾ അകത്ത് കടത്തിവിടുമ്പോഴത്തേക്ക് അപ്പോഴും എന്ത് പറ്റും, സ്ട്രെങ്ത് ബൂസ്റ്റ് ചെയ്യും. എന്ന് വെച്ചാൽ സ്ട്രെങ്തിൻ്റെ അളവ് കൂടുമെന്നാണ്. അതാണ് ഞാനിവിടെ പോയിന്റ് ആയിട്ട് തന്ന. ഈ പോയിന്റ് അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. പരീക്ഷയ്ക്ക് പക്ഷേ എക്സ്പെരിമെൻ്റൽ രീതിയിലായിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരു ഉത്തരവും പറയാനും മെനക്കെട്ടത്. ഇനി അങ്ങനെയുള്ള ഈ പറയുന്ന സോളിനോയിഡ് ഒരു ബാർ മാഗ്നറ്റിന് സിമിലർ ആണെങ്കിൽ അതിനൊരു നോർത്ത് പോളും സൗത്ത് പോളും വേണ്ടേ? അതെങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾക്ക് തന്നെ അറിയാം. ഞാൻ ഇവിടെ നിന്നാണ് നോക്കുന്നത്. ഇവിടുന്ന് നോക്കുമ്പോൾ എനിക്കറിയാമല്ലോ, ഈ പറയുന്ന കോയിലിൽ ഇപ്പോൾ കറണ്ട് മൂവ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വിചാരിക്കുക, ക്ലോക്ക് വൈസ് ദിശയിലാണെന്ന് വിചാരിക്കുക. എങ്ങനെയാണ്? ക്ലോക്ക് വൈസ് ദിശയിലാണെങ്കിൽ കണ്ടോ, അതെന്തായിരിക്കും, സൗത്ത് പോൾ ആയിരിക്കും. എന്തുകൊണ്ടാണ്? കാരണം നിങ്ങൾക്കറിയാം, ഒരു കാന്തത്തിൽ സൗത്ത് പോളിലാണ് ഫീൽഡ് വന്ന് കയറുന്നത്. നമ്മളിന്ന് ആദ്യം പഠിച്ചു, ഒരു കോയിലിൽ ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങുമെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് അതിനകത്തേക്ക് വന്ന് കയറുകയാണ്. അപ്പോൾ ഇവിടെയും അകത്തേക്ക് വന്ന് കയറുകയാണ്. സോ ഇതാണ് സൗത്ത് പോള്. ഇനി ആൻറ്റി ക്ലോക്ക് വൈസിലാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് അകത്തു നിന്ന് പുറത്തേക്കാണ് വരുന്നത്. ഇവിടെ നോക്കിയപ്പോഴും അകത്തു നിന്ന് പുറത്തേക്കാണ്. അപ്പോൾ ഇതാണ് നോർത്ത് പോൾ. അപ്പോൾ ഒരു കോയിൽ തന്നിട്ട് ഇതിൻ്റെ നോർത്ത് പോൾ സൗത്ത് പോൾ കണ്ടെത്താൻ പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പറയണം, കറണ്ട് മൂവ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ദിശയിലാണെങ്കിൽ അത് സൗത്ത് പോള്. ചോദ്യത്തിൽ തരും. ക്ലോക്ക് വൈസ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ സൗത്ത് പോൾ. അത് ഓർത്ത് വയ്ക്കാനാണ് അത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. കണ്ടോ, എസ് എഴുതിയിരിക്കുന്നത് കണ്ടോ, എസിൻ്റെ ആരോ മാർക്ക് കണ്ടോ, സൗത്ത്. അപ്പോൾ ഇങ്ങനെ വട്ടത്തിൽ വലത്തോട്ട്. നോർത്തിൻ്റെ ആരോ മാർക്ക് കണ്ടോ, ഇടത്തോട്ട്. അത് വെച്ച് നമ്മൾ കണ്ടുപിടിച്ചോളണം. ഓക്കെ, ദ കറണ്ട് ഫ്ലോ ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ അതെന്തായിരിക്കും, സൗത്ത് പോൾ ആയിരിക്കും. ഇനി ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അതെന്തായിരിക്കും, അത് നോർത്ത് പോളും ആയിരിക്കും. ഇവിടെ നോക്കിയിട്ട് നമുക്ക് ഈ പറയുന്ന സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ദിശ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, നോക്കണം. നമ്മൾ നേരത്തെ കണ്ടക്ടർ ഹോൾഡ് ചെയ്തു. അപ്പോൾ ആ റൂൾ എങ്ങനെയായിരുന്നു, റൈറ്റ് ഹാൻഡ് തമ്പ് റൂള്. കണ്ടക്ടർ കൈ പിടിക്കുക. കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനിൽ നമ്മൾ എന്തിനെ പിടിക്കണം, തമ്പിനെ പിടിക്കണം. വിരൽ എന്തിനെ കാണിക്കും, മാഗ്നറ്റിക് ഫീൽഡിനെ കാണിക്കും. ഇവിടെ നേരെ തിരിച്ച്. കാരണം സോളിനോയിഡിൽ നമ്മൾ കറണ്ടല്ലേ കൊടുക്കുന്നത്. പക്ഷേ ആ കറണ്ട് ഇവിടെ കറങ്ങിയല്ലേ പോകുന്നത്. ഞാൻ കുറച്ചു മുമ്പ് ഒരു വാക്ക് പറഞ്ഞു, നേരെ കറണ്ട് പോയാൽ കറങ്ങുന്ന ഫീൽഡ് ഉണ്ടാവും, കറങ്ങുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. കറങ്ങുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായാൽ കറണ്ട് നേരെ പോകും. ഇവിടെ സംഭവത്ത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കറണ്ടാണ് കറങ്ങുന്നത്. അപ്പോൾ കറണ്ട് കറങ്ങുന്നത് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ സോളിനോയിഡിനകത്ത് പിടിക്കുക. എന്നിട്ട് കറണ്ട് എങ്ങോട്ടാണ് കറങ്ങുന്നതെന്ന് നോക്കുക. ഇങ്ങനെയാണ് കറങ്ങുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെ പിടിക്കുക. ഇല്ല തിരിച്ചാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ പിടിക്കുക. സോ നമ്മളെ വിരൽ എങ്ങോട്ടാണോ ചുറ്റുന്നത്, കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനിൽ നമ്മൾ വിരലിനെ ചുറ്റുക. കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ നമ്മൾ വിരലിനെ ചുറ്റുക. അതായത് ഇപ്പോൾ കറണ്ട് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ക്ലോക്ക് വൈസ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പിടിക്കും. അപ്പോൾ എൻ്റെ വിരൽ മടങ്ങുന്നത് എങ്ങനെയാണ്, ക്ലോക്ക് വൈസിലല്ലേ. അങ്ങനെ പിടിക്കുമ്പോൾ എൻ്റെ തമ്പ് എങ്ങോട്ടാണോ പോയിൻ്റ് ചെയ്യുന്നത് ആ ഡയറക്ഷനിലായിരിക്കും അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ്. സംശയമുണ്ടോ? ഇവിടെ നോക്ക്, ഞാൻ ഈ പറയുന്ന ഇതാണ് സോളിനോയിഡ്. ഓക്കെ, ഇതിങ്ങനെ വലത്തോട്ട് കറങ്ങിയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് കറണ്ട് നമ്മളാണ് കൊടുക്കുന്നത്. അപ്പോൾ കറണ്ട് ദിശയെ നമുക്കറിയാവുള്ളൂ. അപ്പോൾ കറണ്ട് വലത്തോട്ട് കറങ്ങിയാണ് പോകുന്നതെങ്കിൽ എന്ന് വെച്ചാൽ ഇത് ആലോചിച്ചേ, കറണ്ട് ഇങ്ങനെ വലത്തോട്ട് കറങ്ങിയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പിടിച്ചാൽ അത് കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ ആണോ? അല്ല. കാരണം എൻ്റെ വിരൽ മൂവ് ചെയ്യുന്ന ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലേ. പക്ഷേ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ വിരലും ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സെയിം ഡയറക്ഷനാണ്. അപ്പോൾ അങ്ങനെ നമ്മളൊരു സോളിനോയിഡിനെ എടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ തമ്പ് എവിടെങ്ങോട്ട് പോവോ
ആ തമ്പ് പോകുന്ന ദിശയിലായിരിക്കും ഇതിനകത്തൂടെ ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത്. എന്ന് വെച്ചാൽ ഇതാ ഇങ്ങനെ ആയിരിക്കും ഇതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. എങ്ങനെയായിരിക്കും? ഇതാ ഇങ്ങനെ ആയിരിക്കും. ഇനി നേരെ തിരിച്ചാണെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്, അതായത് ഇപ്പോൾ കറണ്ട് ഈ പറയുന്ന കണ്ടക്ടർ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ആൻറ്റി ക്ലോക്ക് വൈസിലാണെങ്കിൽ അവിടെ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ദിശ എങ്ങനെയായിരിക്കും? ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും. അതായത് ഇത് സൗത്ത് പോളും ഇത് നോർത്ത് പോളും ആയിരിക്കും. ഇവിടെ ആണെങ്കിലോ ഇത് സൗത്ത് പോളും ഇത് നോർത്ത് പോളും ആയിട്ട് മാറും. ഇതാണ് സംഭവം. ഇത് നോക്കിയേ, ദ എൻഡ് ഓഫ് ദ സോളിനോയിഡ് അറ്റ് വിച്ച് ദ കറണ്ട് ഫ്ലോ ഈസ് ദ ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇസ് ദ സൗത്ത് പോൾ, ക്ലോക്ക് വൈസ് പോയ സൗത്ത് പോൾ, ആൻറ്റി ക്ലോക്ക് വൈസ് നോർത്ത് പോൾ. ഇത് സംശയം വരാതിരിക്കാനാണ് ഈ റൂളും കൂടി പറയുന്നത്. ഈ റൂൾ പറയുന്നത് എന്താ? നമ്മൾ കറണ്ട് എങ്ങോട്ടാണോ ചുറ്റുന്നത്, നോക്കി, ഹോൾഡ് യുവർ കറണ്ട് ക്യാരിങ് സോളിനോയിഡ് ഇൻ യുവർ റൈറ്റ് ഹാൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് 4 fingers curl the coil in the direction of the current. വിരൽ കറങ്ങുന്നത് കറണ്ടിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും. എന്ന് വെച്ചാൽ കറണ്ട് കറങ്ങിയല്ലേ പോകുന്നത്. കാരണം സോളിനോയിഡ് അല്ലേ എടാ, നമ്മളിവിടെ നോക്കുമ്പോൾ ഇങ്ങനെ കറങ്ങി പോകുന്നതായിട്ടല്ലേ നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ ആ കറങ്ങുന്ന എങ്ങോട്ടാണോ, ഇങ്ങോട്ടാണെങ്കിൽ ഇങ്ങനെ പിടിക്കുക, ഇല്ല ഇങ്ങോട്ടാണെങ്കിൽ ഇങ്ങനെ പിടിക്കുക. ഓക്കെ, അങ്ങോട്ടാണ് കറങ്ങി പോകുന്നതെങ്കിൽ ഇങ്ങനെ പിടിക്കുക, ഇങ്ങോട്ടാണ് അല്ലെങ്കിൽ ഈ പറയുന്ന ഇങ്ങോട്ടാണ് കറങ്ങി പോകുന്നതെങ്കിൽ ഇങ്ങനെ പിടിക്കുക. അപ്പോൾ തമ്പ് പോയിന്റ് ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും? തമ്പ് പോയിന്റ് ചെയ്യുന്നത് ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ടുവേർഡ്സ് ദ നോർത്ത് പോൾ. തമ്പ് പോയിന്റ് ചെയ്യുന്നതായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് അഥവാ നോർത്ത് പോളിൻ്റെ ഡയറക്ഷൻ. ഇതാണ് സംഭവം. ഓക്കെ ആണോ? ഇത്രയും നമ്മൾ ഇന്ന് പഠിച്ചാൽ മതി. ഇന്ന് ഒരുപാടായല്ലേ? ഇത്രയും മതി. ഓക്കെ, ഇത്രയും നോക്കാം. അടുത്ത ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം? ഇലക്ട്രോ മാഗ്നറ്റിനെ പറ്റിയിട്ട് പഠിക്കാം. അപ്പോൾ ഓക്കെ അല്ലേ? എന്ന് പറഞ്ഞ കാര്യം ഒരു ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാവുള്ളൂ. കുറച്ച് ചിന്തിക്കേണ്ട ആവശ്യം കൂടെ ഉണ്ട്. സോ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.